ഹായ് ഹലോ ഗുഡ് ഈവനിങ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു റീഡിങ് ഗോളാണ് 2025. നമ്മൾ വിഷൻസും അല്ലെങ്കിൽ നമ്മുടെ കുറേ അംബിഷൻസും ലൈഫ് ഗോൾസൊക്കെ നമ്മൾ എഴുതുന്ന കണക്ക് എൻ്റെ പാഷൻ ബുക്സിനോടാണ്. അപ്പം ഞാൻ എടുക്കുന്ന 2025 കുറച്ച് റീഡിങ് ഗോൾസാണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 180+ ബുക്സ് ഉണ്ട്. സോ അതിൽ നിന്ന് ഞാൻ വായിക്കാത്ത കുറച്ച് ബുക്ക് ഡീക്ലട്ടർ ചെയ്ത് എടുത്തിട്ട് അതാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് 2025 ഈ ലൈക്ക് ഒരു ഫസ്റ്റത്തെ കുറച്ച് മന്തിൽ വായിച്ച് തീർക്കാനായിട്ട്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ആക്സിഡൻ്റലി ഒരു ബുക്ക് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ പിന്നെയും ഞാൻ ബുക്ക് വാങ്ങിച്ച് കൂട്ടും. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ എല്ലാ ബുക്സും 2025 തന്നെ വായിച്ച് തീർക്കണം. വായിക്കാത്ത ബുക്ക് ഇങ്ങനെ വെച്ചേക്കേണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്നും എനിക്കറിയത്തില്ല. സോ ഞാനിങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് 2-3 ബുക്സ് അല്ല ഉള്ളത്, ഓൾമോസ്റ്റ് ഒരു 10 ബുക്സൊക്കെ ഉണ്ടെന്ന്. ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും ഇങ്ങനെ ചോദിക്കും, പുതിയ ബുക്സ് മേടിക്കാൻ പോകുന്നുണ്ട്, ഇങ്ങനെ മേടിച്ച് വെച്ചതൊക്കെ വായിച്ച് തീർന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വായിച്ച് തീർന്നതാണ്. പക്ഷെ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ബുക്സ് ഞാൻ വായിക്കാത്ത ഉണ്ടെന്ന്. റീസെൻ്റ്ലി ഞാനൊരു ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് കുറച്ചും കൂടെ ബുക്സ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ പെൻഡിങ് ഉണ്ട് വായിക്കാത്തത്. പിന്നെ എൻ്റെ കഴിഞ്ഞ 2024 റീഡിങ് ഗോൾ എന്ന് പറയുമ്പോൾ 30 ബുക്സ് ആയിരുന്നു. ഞാൻ 30 ബുക്സും വായിച്ച് കഴിഞ്ഞായിരുന്നു. 31st ബുക്ക് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എൻ്റെ ഗോൾസിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരുപാട് എക്സസീവായിട്ട് ബുക്സ് മേടിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഇതെല്ലാം വായിച്ച് തീർന്നിട്ട് മതി പുതിയ ബുക്സ് മേടിക്കുന്നതെന്ന്. ബിക്കോസ് അതായിരിക്കും നല്ലത്, ഒരു ബുക്ക് ബൈയിങ് ബാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക്. സോ ഇത്രയും ബുക്സാണ് ഞാൻ വായിക്കാനുള്ളത്. ആദ്യം കാണിച്ച 2 ബുക്കും ഒരു ഐഡിയ ഇല്ലാതെ മേടിച്ചാണ്. 3ാമത്തെ ബുക്ക് 800 പേജസ് ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ലിറ്റിൽ ലൈഫിന്. പിന്നെ വാങ്ങിച്ചതൊരു 50 റുപ്പീസിന് കിട്ടിയ ദ ഫാബുലസ് മോംസ് ഹാൻഡ് ബുക്കാണ്. പിന്നെ ടുമാറോ ആൻഡ് ടുമാറോ ഇതും നല്ല ബുക്കാണ്, പക്ഷേ ഞാൻ വായിച്ച് തുടങ്ങിയിട്ടില്ല. കുറേ നല്ല റിവ്യൂസ് ഉണ്ട്. പിന്നെ കബീറിൻ്റെ ഒരു 100 സെലക്റ്റഡ് പോയംസ് ആണ്, അതും ഞാനൊരു 20 പോയംസൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ദ ഫെറി എന്ന് പറഞ്ഞിട്ട് അലക്സിൻ്റെ ആണ്. ഇത് ആക്ച്വലി ടോപ്പ് പ്ലോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ സെൽവിയ പാത്തിൻ്റെ ബെൽജാർ, അതും ഭയങ്കര റിവ്യൂസ് ഉള്ള ബുക്കാണ്. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് മേടിച്ചാണ്, ബെറ്റർ ദാൻ ദ മൂവീസ്. അടുത്തതൊരു ക്ലാസിക്കാണ് 1984. ഇത് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് ബോറടിച്ചു, പക്ഷേ ദ ബുക്ക് സോ ഗുഡ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ ഞാൻ വായിക്കണം 2025. ഇത് ബുക്കിൻ്റെ കവറുണ്ട് മാത്രം മേടിച്ചൊരു ബുക്കാണ്, ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫർഗെറ്റിംഗ്. ഇനി നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്, പക്ഷെ എനിക്കൊന്ന് റീഡ് ചെയ്യണം എന്ന് തോന്നി. ഇതെനിക്ക് DC ബുക്സിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് കിട്ടിയൊരു ബുക്ക് മാർക്കാണ്. ഓക്കെ, ലാസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ അത് തേഴ്സ്ഡേ മോർഡർ ക്ലബ്ബാണ്. ഇതും ഒരു ത്രില്ലറാണ്. സോ അതും ഉടനെ തന്നെ വായിക്കണം, ജാനുവരിയിൽ തന്നെ വായിക്കണം. സോ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഗുഡ് റീഡ്സിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന 2 ബുക്ക് ആപ്സാണ് ഗുഡ് റീഡ്സും ഫേബിളും. ഫേബിള് ഡെസ്ക്ടോപ്പിൽ ഇനേബിൾഡ് വേർഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗുഡ് റീഡ്സിൽ കാണിക്കുന്നത്. ഗുഡ് റീഡ്സിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ബുക്സിൻ്റെയും നെയിം അടിച്ചു കൊടുത്തിട്ട് ബുക്ക് ഓപ്പണായി വരുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണും. കറൻ്റ്ലി റീഡിംഗ് ആണോ, വോണ്ട് ടു റീഡ് ആണോ, ഫിനിഷ്ഡ് ആണോ. അപ്പോൾ അതിൽ വായിക്കുന്ന ബുക്കാണെങ്കിൽ വോണ്ട് ടു റീഡ് എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഒരു വർഷത്തെ ഗോൾസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 2025 ഗോൾസ് അപ്ഡേറ്റഡ് ആയിട്ടില്ല, അത് ജാനുവരി 1 തൊട്ടേ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ബുക്സ്, ഞാൻ വായിക്കാത്ത ബുക്സൊക്കെ സെർച്ച് ചെയ്തിട്ട് വോണ്ട് ടു റീഡ് എന്നുള്ള ലിസ്റ്റിൽ കൊണ്ടിടുവാണ്. അപ്പോഴത്തെ എനിക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഏതൊക്കെയാണ് വായിക്കാനുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വായിക്കാൻ ആഗ്രഹമുള്ളതെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഷെൽഫിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ വായിക്കാത്ത ബുക്ക് മാത്രമായിട്ടൊരു ടവർ പോലെ അങ്ങ് വെക്കാം. ഓക്കെ, അതാകുമ്പം എനിക്ക് പെട്ടെന്ന് ഷെൽഫിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഡെസ്കിലിരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും എന്തൊക്കെ ബുക്സാണ് ഞാൻ വായിക്കാത്തതെന്ന്. അല്ലെങ്കിൽ ഇത്രയും ബുക്സ് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരിക്കും ഇതെവിടെയാണ് വായിക്കാത്ത ബുക്ക് ഇരിക്കുന്നതെന്ന്. ഇതാകുമ്പോൾ ആക്ച്വലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ റീഡിങ് ജേർണലാണ്. ഞാൻ ഓൾറെഡി ഒന്ന് മേടിച്ചു, പക്ഷേ ഇത് സീക്രട്ട് സാന്ത എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്ന് DC ബുക്സിൽ നിന്ന് കിട്ടിയുണ്ട്. പിന്നെ ഇത് എന്നെ അങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ബുക്ക് വൗച്ചേഴ്സും കിട്ടിയിട്ടുണ്ട്. രണ്ടും 100 റുപ്പീസ് ഓഫാണ്. ബോത്ത് ഓൺലൈനിലും ഓഫ്ലൈനിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് മാർക്കാണ്.
ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എപ്പോഴും DC ബുക്സിൽ നിന്ന് ബുക്ക് മാർക്ക് മാത്രമായിരിക്കും ഗിഫ്റ്റായിട്ട് കിട്ടുക. ഫ്രണ്ട്ഷിപ്പ് ഡേക്കും അതാണ് കിട്ടിയത്. പക്ഷെ ഒരിക്കലും ഒരു റീഡിങ് ജേർണൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് KLFൻ്റെ പ്രൊമോഷൻ പോലെയാണ് തോന്നിയത്. 300 rupees ആണ്. ഇതല്ലാതെ മേടിക്കാൻ കിട്ടുമായിരിക്കും. പിന്നെ ഫ്രണ്ട് പേജിൽ നമ്മുടെ പേര് എഴുതാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ആമുഖമുണ്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ പേര് എഴുതാനുള്ള കുറച്ച് 2 പേജസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു തീമിൻ്റെ ആവശ്യമില്ല, ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ബെന്യാമിൻ സാറ് ഒരു റിവ്യൂ പോലെ, അല്ലെങ്കിൽ നമുക്കൊരു നോക്കാനായിട്ട് ഇങ്ങനെ റീഡ് ജേർണൽ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് നോട്ടും ഉണ്ട്. അത്യാവശ്യം നല്ല സൈഡിൽ കുറേ എസ്തെറ്റിക് പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഓരോ കുറച്ച് നോട്ട്സ് കഴിയുമ്പോഴും റീഡിങ് റിവ്യൂസ് കഴിയുമ്പോഴും നമ്മൾ താങ്ക്ഫുള്ളായിട്ട് നോട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കവർ പേജസ് ഒട്ടിക്കാനുള്ള കുറച്ച് സ്പേസും ഉണ്ട്. ഓൾറെഡി നല്ലൊരു റീഡിങ് ജേർണലാണ്, എനിക്കിഷ്ടപ്പെട്ടു. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു റീഡിങ് അപ്ഡേഷൻ അല്ലെങ്കിൽ റീഡിങ് ഗോൾസ് എന്ന് പറയുന്നത്. 2025 ഏറ്റവും ഹാപ്പി ആയത് എനിക്ക് റീഡിങ് ജേർണൽ കിട്ടിയപ്പോഴായിരുന്നു. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.